പണ്ട് പണ്ട് ഈ 8 കൂട്ടം കറികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ പഴമക്കാരുടെ അടുക്കള ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഒറ്റയിരിപ്പിന് ഒരു പറ ചോറ് തിന്നാനായിട്ട് ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി. അപ്പോൾ അതങ്ങോട്ടിന്ന് നടപടിയാക്കിയാലോ? ആദ്യമേ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി ഒന്ന് കുതിരാനായിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് വെക്കണം. ഈ നേരത്തിന് ഒരു 8-10 കൊച്ചുള്ളി പൊളിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കണം. കൂട്ടത്തിൽ 2 പച്ചമുളകും. ഇനി ഇതൊരു ഇടികല്ലിൽ വെച്ചൊന്ന് ഇടിച്ച് ചതച്ചങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പുളി കുതിർന്ന വെള്ളം ഒഴിച്ച് ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് ഞെവിടി അങ്ങോട്ട് എടുക്കണം. ആ തിരുമലിൽ ഉള്ളിച്ചാറും പുളിയും ഉപ്പും മുളകും സമ്മിശ്രമായിട്ട് ഒരു കുടുംബമായിട്ട് അങ്ങോട്ട് മാറണം. ഇനി മേമ്പൊടിക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല ചൂരും ചൊടിയുള്ള മുൻ തലമുറയുടെ അടുക്കള രാജാവ് റെഡി. ഇനി ഒരു പാത്രത്തിൽ ഒരു ഇത്തിരി ചോറ് വിളമ്പി ഈ രാജാവിനെയും രാജാവിൻ്റെ നീരും ഒഴിച്ച് ഇളക്കി അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ, എന്താ ഒരു സ്വാദ്! ഒരു പറയല്ല, ഒരു ചാക്ക് നിറപറ ചോറ് അങ്ങോട്ട് കഴിക്കാം. നാവിൽ കൊതിയും നൊക്ലാച്ചി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് വീഡിയോ ഉറപ്പായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.